ഹായ് ഫ്രണ്ട്സ്, ഡിഷ്ലാൻഡ് ടേസ്റ്റി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഏവരുടെയും ഏറെ പ്രിയപ്പെട്ട ചിക്കൻ മക്കറോണിയുമായാണ്. ഇത് തയ്യാറാക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. മക്കറോണി 800 ഗ്രാം, സവാള 4 എണ്ണം കനം കുറച്ചരിഞ്ഞത്, തക്കാളി 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിയില കുറച്ച്, ചിക്കൻ 500 ഗ്രാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റവിലേക്ക് വെച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മക്കറോണി വേവിച്ചെടുക്കാം. മക്കറോണി വേവിക്കാൻ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. ഇതോടൊപ്പം ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന മക്കറോണിയാണ്. ഇവിടെ നമ്മുടെ മക്കറോണി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെയിനറിലേക്ക് ഇട്ട് വെള്ളം വാർന്നെടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ ഒരു പാത്രം സ്റ്റവിലേക്ക് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. സവാള ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത് തക്കാളി എത്രയും വേഗം അലിഞ്ഞു ചേരാനാണ്. ഇപ്പോൾ തക്കാളി സവാളയുമായി വെന്ത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂണും ഗരം മസാല 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ നിന്നും 2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തിളച്ചു വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ തിളച്ച് ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്കറോണി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനു മുകളിലേക്ക് അല്പം മല്ലിയില വിതറിയ ശേഷം 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മക്കറോണി തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വിഭവമായി ഞാൻ വീണ്ടും എത്താം.